സീതാന്റിയും പി കറങ്ങളും ഇല്ലേ? ഇല്ല, അവരമ്പലം വരെ ഒന്ന് പോയി. ആ, എന്താ ആന്റി നാട്ടിൽ വന്നിട്ട് ഇതുവരെ എന്നെ വിളിക്കാണ്ടിരുന്നത്? കേസിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുള്ളത് കൊണ്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്താ ആന്റി കാര്യം? നല്ല ടെൻഷനിലാണല്ലോ. ആ കേസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണോ എന്നെ വിളിപ്പിച്ചത്? ഏയ്, കേസിനെ കുറിച്ച് ഞാൻ മറ്റാരോടും ചർച്ച ചെയ്യാറില്ല. അത് ശരിയല്ലല്ലോ. അതെ അതെ. ഞാൻ നിന്നെ വിളിപ്പിച്ചത് മുക്തയെക്കുറിച്ച് സംസാരിക്കാന്. മുക്തയ്ക്ക് എന്തു പറ്റി? മുക്ത ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അച്ഛനില്ലാത്തതിന്റെ കുറവുണ്ടാവരുതെന്ന് കരുതി ഞാൻ കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്നോട് സ്നേഹത്തെക്കാൾ കൂടുതൽ പേടിയായിരുന്നു. എന്നോട് അവളൊന്നും തുറന്നു പറയാതെയായി. അതുകൊണ്ട് അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല. ഇതെല്ലാം എനിക്ക് മുക്തയ്ക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ആന്റി? ആന്റിയുടെ സ്ഥാനത്ത് ഏതൊരമ്മയും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കൂ. അതിൽ തെറ്റൊന്നുമില്ല. ഇനി അങ്ങോട്ട് അവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അവൾക്ക് ഒരു കുറവുണ്ടാവില്ല. നിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മുക്ത ഇപ്പോ ചെറിയ കുട്ടിയല്ല. അവളുടെ തീരുമാനങ്ങളെ ഞാൻ കൂടുതൽ ബഹുമാനിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് അവളുടെ കരിയറിനെയും കല്യാണത്തെയും കുറിച്ചുള്ള തീരുമാനങ്ങളെ. ഈ രണ്ട് കാര്യങ്ങളിലും ആന്റി മുക്തയുടെ ഇഷ്ടങ്ങളെ ബഹുമാനിച്ച് തന്നെയല്ലേ തീരുമാനം എടുത്തത്? കരിയറിൽ ആന്റി എടുത്ത തീരുമാനം ശരിയാണെന്ന് മുക്ത തെളിയിച്ചു. കല്യാണക്കാര്യത്തിലെ തീരുമാനം ശരിയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. മോനെ, അവളുടെ കല്യാണത്തിനെ കുറിച്ച് ഞാൻ എടുത്തു ചാടിയൊരു തീരുമാനം എടുത്താണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ആന്റി എന്താ പറഞ്ഞു വരുന്നത്? നിനക്ക് മുക്തയെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ നീ നന്നായി നോക്കുന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. പക്ഷേ അവൾക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. അവൾ കുട്ടിക്കാലം മുതൽ കൈലാഷിനെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെന്ന് ഇപ്പോഴാണ് എന്നോട് പറയുന്നത്. എന്നോടുള്ള പേടി കാരണോ അവൾ ഇതുവരെ ഒന്നും തുറന്നു പറയാതിരുന്നത്. ഒരു വക്കീലായി വിജയിച്ചു എങ്കിലും ഞാനൊരു അമ്മയായി തോറ്റുപോയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ.